ഇന്ന് ഹെന്ന ഡിസൈൻസിലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. ഇതൊക്കെ ഞാൻ കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. ഏതായാലും ഐശ്വര്യമായിട്ട് ലൈൻസ് ഒന്ന് തുടങ്ങാം. ഞാൻ ഈ വരക്കുന്ന ലൈൻസ് ഒക്കെ ഒന്ന് കണ്ടോക്കി, എന്തായാലും വൃത്തി ഉണ്ടാവും. ലൈൻസ് വരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് വരക്കുന്ന സർഫസിൽ ടച്ച് ചെയ്യാതെ വേണം ലൈൻസ് വരക്കാൻ. അതായത് ഇതുപോലെ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റില് കോൺസ് തട്ടിച്ച് പിന്നെ ആ കോൺ അവസാനിക്കുന്ന വരെ സർഫസിൽ ടച്ച് ചെയ്യാതെ നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയിട്ട് എൻഡ് ചെയ്യുക. ഇങ്ങനെ വരക്കുന്ന ലൈൻസ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും. ഇനി തിക്ക് ലൈൻസ് നോക്കാം. തിക്ക് ലൈൻസ് വരക്കുമ്പോൾ തന്നെ ഇതുപോലെ തിക്കായിട്ട് വരക്കുന്നത് ഡിസൈനിന്റെ നീറ്റ്നെസ് ഇല്ലാതാക്കും. രണ്ട് നോർമൽ ലൈൻസ് അടുത്തടുത്ത് കുറച്ച് ഗ്യാപ്പ് വിട്ട് വരച്ച് അതിനുള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ. ഇതൊക്കെ മേ ബി എല്ലാവർക്കും അറിയണ്ടാവൂലേ. ഇനി ഏതായാലും ഹംസ് നോക്കാം. ഇതേപോലെ സർഫസിൽ ടച്ച് ചെയ്ത് ലൈൻസും അതിന് മേലെ അണീവനായി കൊടുക്കുന്ന ഹംസും നമ്മൾ ചെയ്യുന്ന ഡിസൈനിനെ ഒട്ടും വൃത്തിയില്ലാതാക്കും. സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈന് വരച്ച് ശ്രദ്ധിച്ച് നമ്മളെ മലയാള അക്ഷരം നാ പോലെ ഒരേ വീതിയിലും ഒരേ വലുപ്പത്തിലും ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഒന്നാമതായിട്ട് നമ്മൾ സ്ലോ ആയിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അത് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ സ്പീഡില് നീറ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനാവും. ഇനി ഡോട്ട്സ് നോക്കിയാലോ. പിന്നെ ഒരു കാര്യം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിലും കാണുമ്പോൾ മനസ്സിലാവായിരിക്കും. ഇനി കണ്ടിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി, അടുത്ത വീഡിയോയിൽ ക്ലിയർ ആക്കാം. അപ്പോൾ ഡോട്ട്സ് വരക്കുമ്പോൾ എല്ലാ ഡോട്ട്സും ഒരേ പ്രഷറിൽ ഒരേ ഗ്യാപ്പ് കീപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇനി വൈൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഈ കാണുന്ന പോലെ ലൈൻസില് വൈൻസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പ്രഷർ കൊടുത്താൽ ഇങ്ങനെ വൃത്തിയില്ലാതെ ഇരിക്കും. വൈൻസ് കൊടുക്കുമ്പോൾ ലൈൻസില് അല്ലെങ്കിൽ കേർവ്ഡ് ലൈൻസില് പ്രഷർ കൊടുക്കാതെ ഒന്നെടുത്ത് പ്രഷർ കൊടുത്തു വിടണം. എന്തേലും ഇവിടെ കിട്ടിയാ ഒന്ന് കണ്ടോക്കി കൃത്യമായിട്ടൊരു ഗ്യാപ്പ് കീപ്പ് ചെയ്ത് വേണം ഇത് വരക്കാൻ. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ സ്പൈറൽ നോക്കാം. സ്പൈറൽ വരക്കുമ്പോൾ ഇതേപോലെ ധൃതി പാടില്ല. അപ്പൊ ഇതാവും അവസ്ഥ. അറിയാലോ, ഹെന്ന അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇതേപോലെ ഓരോ ലൈൻസും പരസ്പരം തട്ടാതെ ക്ലിയർ ആയിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഇതിൽ ഫസ്റ്റ് വരച്ച ഈ മെത്തേഡാണ് അപ്ലൈ ചെയ്യാറ്. ഇനി ഒരു പെറ്റൽ നോക്കാം. കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വലിയ ഹംസ്. അതായത് ഒരു സ്പൈറലും പിന്നെ ചെറിയ ചെറിയ ഹംസുകളും അതിന് മേലായിട്ട് ഇതേപോലെ വലിയ ഹമ്പുകളും. ഇങ്ങനെ നമുക്കൊരു സിമ്പിൾ ഫ്ലവർ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ വരച്ചതിൽ തന്നെ കുറെ പോരായ്മകളൊക്കെ ഉണ്ടാവും. അത് പിന്നെ അങ്ങനെയാണല്ലോ. ക്യാമറ ഓൺ ആക്കി കോണും കയ്യിലെടുത്തിരുന്ന ഇതാണ് അവസ്ഥ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.